ാളത്ത് വെച്ച് കിതാബോധി പഠിച്ച കൊല്ലം ജില്ലക്കാരൻ ഏരൂര് ജമാഅത്തിന്റെ എല്ലാമായ ശംസുദ്ദീൻ മദനി ഉസ്താദ് എന്നെ വിളിച്ചു. കൂട്ടത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരണം ഞങ്ങളുടെ നാട്ടിൽ. സഫർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഏതാ റബീഉൽ അവ്വൽ 2 ദിവസം വന്നിട്ട് നിങ്ങൾ റസൂലുള്ളാഹിയുടെ മദ്ഹ് പാടണം. ഏരൂര് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഞാൻ വാസ്തവത്തിൽ ഏരൂര് മദനി ഉസ്താദിനെ കണ്ടിട്ടില്ല. ഉസ്താദ് എന്നെയും യൂട്യൂബിലൂടെ അല്ലാതെ കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരോടും പറയും പോലെ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്റെ കാലിൽ വലിയ മുറിവാണ് ഉസ്താദെ, പുറത്തിറങ്ങാറില്ല, ആശുപത്രിയിലേക്കല്ലാതെ പോകാറില്ല. ഉസ്താദ് പറഞ്ഞു. ഉടനെ മറുപടി വന്നു. ഉസ്താദിന്റെ മറുപടി, നിങ്ങൾ ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ആളല്ലേ ഉസ്താദെ, സഖാഫി ഉസ്താദെ, നിങ്ങൾ ബദരീങ്ങളെ മദ്ഹ് പറയുന്നയാളാണ്, നിങ്ങളുടെ കാലിലെ മുറിവങ്ങനെ മാറാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അറബിയിലുള്ള വാചകങ്ങൾ ദുആർക്കുകയാണ്. ആ ദുആ പദ്യം ചൊല്ലുകയാണ്. പദ്യം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ബദരീങ്ങളെ പേരുകളാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ ഏരൂരിൽ ചെന്നപ്പോഴും മനസ്സിലായി, ശൈഖുനാ ഉമയനല്ലൂര് ഉസ്താദ് ക്രോഡീകരിച്ച ബെയ്ത്തുകളാണെന്ന് മനസ്സിലായി. എന്നിട്ട് ടെലിഫോണിലൂടെ ദ്വാർന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങളെ കാലിന്റെ മുറിവ് സുഖമായാൽ നിങ്ങൾക്ക് വന്നൂടെ? ഞാൻ പറഞ്ഞു, വരാം ഇൻഷാ അല്ലാഹ്, സുഖമായാൽ എവിടെയും പോകുന്നതിന് കുഴപ്പമില്ല. ഉസ്താദ് പറഞ്ഞു, സുഖമാകും, നിങ്ങൾക്ക് ഉംറക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് റബീഉൽ അവ്വൽ 12 കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, വല്ലാഹി ഹഖാണ് ഞാൻ പറയുന്നത്, ബദരീങ്ങളെ അസ്മാഇന്റെ കൂട്ടത്തില് 14 ശുഹദാക്കളെ പേരുണ്ട്. 14 പേര് ബദറിൽ ഷഹീദായിട്ടുണ്ട്. അവരെ പേരുകൾ നിങ്ങൾ ചൊല്ലിയിട്ട് കയ്യിലൂതിയിട്ട് കഴിയുന്ന മാതിരി പെരുവിരലിൽ മെല്ലെ ഒന്ന് തടവണമെന്ന് പറഞ്ഞു. ഉച്ചക്കാണ് ടെലിഫോൺ കോള് വന്നത്. ഉച്ച മുതൽ അസർ വരെ, മഗ്രിബ് വരെ, ഇശാ വരെ, ഉറങ്ങുന്നത് വരെ ഞാൻ ചൊല്ലിയിട്ട് തടവി. ബദരീങ്ങളെ പേര് ചൊല്ലി. ബിമനുഷ്ഹിദു ബിഉബൈദത്തിൻ വബിമിഹ്ജഇൻ വമുഅവ്വിദിൻ വകദാ ബിസ്വഫ്വാനിൻ മഇ ഔഫിൻ വസഅദിൻ ثم يزيد الأشجعي عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا. അങ്ങനെ ഞാൻ 14 ശുഹദാക്കളുടെയും കൂടെ ഹംസത്തുൽ കറാർ തങ്ങളെ പേരും സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളെ പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചൊല്ലിയിട്ട്, അവരെ പേര് ചൊല്ലിയിട്ട് എന്റെ കാലുമ്മൽ ഞാൻ തടവി, പേര് വിരലിമ്മ തടവി. പിറ്റേന്ന് രാവിലെ ഞാനും എന്റെ വൈഫും കൂടി ചെന്നപ്പോഴേ 5 ആഴ്ചയോട് അടുക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മുറിവ് മാറിയിട്ടുണ്ട് ഉസ്താദേ, ഇനി ഡ്രസ് ചെയ്യേണ്ടതില്ല. ഉറപ്പാണ്. അത് ഡോക്ടറുടെ ഇഞ്ചക്ഷന്റെ ഫലമല്ല, ഡോക്ടറുടെ ഗുളികയുടെ ഫലമല്ല, അത് ബദരീങ്ങളെ അസ്മാഇന്റെ ഫലമാണ്. ശൈഖുനാ ശംസുദ്ദീൻ മദനി അൽ ഖാദിരി ഉസ്താദിന്റെ ഇജാസത്തിന്റെ ഫലമാണ്. ഉമയനല്ലൂർ ശൈഖുനായുടെ ഇജാസത്തിന്റെ ഫലമാണ്. റബ്ബേ, ദുനിയാവിൽ മാത്രം പോരാ, ആഖിറത്തിൽ ബദരീങ്ങളെ കൊണ്ട് ബേജാറുള്ള വിഷമകരമായ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.